നമസ്കാരം, ഞാൻ ആഷ്മി തോമസ്. ഷിക്കിന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. പലസ്തീൻ അഭയാർത്ഥികൾക്കും അവരുടെ പിൻഗാമികൾക്കും വേണ്ടിയുള്ള ഐക്യരാഷ്ട്രസഭ ഏജൻസിയായ UNRWAക്കെതിരെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ US പദ്ധതിയിടുന്നതായി റിപ്പോർട്ട്. ഹമാസ് ഭീകര സംഘടനയുമായി UNRWAക്ക് ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. UNRWAയുടെ ഏറ്റവും വലിയ ഡോണറായിരുന്നു അമേരിക്ക. എന്നാൽ ഗാസയിൽ യുദ്ധത്തിന് കാരണമായ 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേലിൽ നടത്തിയ കൂട്ടക്കൊലയിൽ UNRWA ജീവനക്കാർ പങ്കെടുത്തതായി ഇസ്രായേൽ ആരോപിച്ചതിനെ തുടർന്ന് 2024 ജനുവരിയിൽ ധനസഹായം നിർത്തിവച്ചിരുന്നു. 1997 US തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ഹമാസിന്റെ ഒരു അനുബന്ധ സ്ഥാപനമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഏജൻസിയെ കുറ്റപ്പെടുത്തിയിരുന്നു. UNRWAയെ വിദേശ ഭീകര സംഘടന അല്ലെങ്കിൽ FTO പ്രഖ്യാപിക്കുന്നതുൾപ്പെടെയുള്ള സാധ്യതകൾ നിലനിൽക്കുന്നതായും അമേരിക്കൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു. എങ്കിലും ഉപരോധങ്ങൾ ഏജൻസിക്ക് മുഴുവൻ ബാധകമാണോ അതോ ചില ഉദ്യോഗസ്ഥർക്ക് മാത്രമാണോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഹമാസ് ഭീകര സംഘടന ആയുധങ്ങൾ ഉപേക്ഷിക്കില്ലെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഖാലിദ് മഷാൽ. ഒരു പലസ്തീനിയെ സംബന്ധിച്ചിടത്തോളം നിരായുധീകരണം എന്നാൽ അവന്റെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുക എന്നാണെന്നാണ് ഹമാസ് നേതാവിന്റെ വാദം. 2023 ഒക്ടോബർ 7 തെക്കൻ ഇസ്രായേൽ ആക്രമിച്ച ഹമാസ് ഭീകരരെയും മഷാൽ പ്രശംസിച്ചു. ഗാസയും വെസ്റ്റ് ബാങ്കും കനത്ത വില നൽകേണ്ടി വന്നെങ്കിലും ഇസ്രായേലുമായുള്ള തുടർന്നുണ്ടായ യുദ്ധം പലസ്തീനികളുടെ ലക്ഷ്യത്തിന് പുതിയ ജീവൻ നൽകിയെന്നുമാണ് മഷാലിന്റെ വിവാദ പരാമർശം. ട്രംപിന്റെ ഗാസ പദ്ധതി പലസ്തീൻ അറബ് മുസ്ലിം നിലപാടുകൾക്ക് വിരുദ്ധമാണെന്നും വിദേശ കാഴ്ചപ്പാട് അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നും മഷാൽ പറഞ്ഞു. ട്രംപിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി ഹമാസിൽ നിന്നും IDF നിന്നും ഗാസ ഏറ്റെടുക്കുന്ന അന്താരാഷ്ട്ര സേനയുടേത് അധിനിവേശമാണെന്നും മഷാൽ ആരോപിച്ചു. 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് പിന്നാലെ മെഗാക്വേക്ക് മുന്നറിയിപ്പുമായി ജപ്പാൻ. രാജ്യത്തെ തീരദേശ പ്രദേശങ്ങളിൽ 98 അടി വരെ ഉയരമുള്ള ഭീമൻ സുനാമി ആഞ്ഞടിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂകമ്പത്തിന് പിന്നാലെ 90,000 പേരെയാണ് അധികൃതർ ഒഴിപ്പിച്ചത്. അടുത്ത ദിവസങ്ങളിലായി 8 അല്ലെങ്കിൽ അതിൽ കൂടുതൽ തീവ്രതയുള്ള വലിയ ഭൂകമ്പങ്ങൾക്കുള്ള സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇത്തരം പ്രതികൂല സന്ദർഭങ്ങൾ ഉണ്ടായാൽ നേരിടാൻ തയ്യാറായിരിക്കണമെന്നും എമർജൻസി കിറ്റുകൾ തയ്യാറാക്കണമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുണ്ട്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഏതു സമയവും ഒഴിഞ്ഞുപോകാൻ തയ്യാറായിരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. ജപ്പാൻ തീരത്ത് മെഗാ ഭൂകമ്പം ഉണ്ടായാൽ അത് പ്രധാനമായും വടക്ക് പടിഞ്ഞാറൻ പസഫിക് പ്രദേശങ്ങളെയാണ് ബാധിക്കുക. ഇതിൽ റഷ്യയുടെ കിഴക്ക് ഭാഗങ്ങൾ, അലാസ്കയിലെ അലൂഷ്യൻ ദ്വീപുകൾ എന്നിവ ഉൾപ്പെടുന്നു. അതേസമയം തെക്ക് കിഴക്കൻ ഏഷ്യയുടെയും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെയും ചില ഭാഗങ്ങളെ ബാധിക്കാൻ സാധ്യതയുള്ള സുനാമിക്ക് ഈ ഭൂകമ്പം കാരണമായേക്കാമെന്ന ആശങ്കകളുമുണ്ട്. നിലവിലെ മുന്നറിയിപ്പ് പ്രകാരം ഇന്ത്യയിൽ ഒരു മെഗാ ഭൂകമ്പത്തിനോ സുനാമിക്കോ സാധ്യതയില്ലെന്നാണ് വിവരം. ഭൂകമ്പമാപിനിയിൽ 8 മുകളിൽ തീവ്രത രേഖപ്പെടുത്തുന്ന ശക്തിയേറിയ ഭൂചലനത്തെയാണ് മെഗാക്വേക്ക് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അമേരിക്കയിൽ സ്ഥിരതാമസത്തിനും പൗരത്വത്തിനും അതിവേഗ മാർഗം ലക്ഷ്യമിട്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ച ഗോൾഡ് കാർഡ് വിസ പദ്ധതി നിലവിൽ വന്നു. $1 മില്യൺ ഫീസ് അടയ്ക്കുന്ന വ്യക്തികൾക്കും $2 മില്യൺ അടയ്ക്കുന്ന വ്യവസായികൾക്കും ഗോൾഡൻ വിസ കാർഡ് ലഭിക്കും. പ്രോസസിംഗ് ഫീസായി $15,000 നൽകണം. $5 മില്യൺ പ്ലാറ്റിനം വിസ കാർഡും ഉണ്ട്. ഇതുള്ളവർക്ക് 270 ദിവസം നികുതി നൽകാതെ US താമസിക്കാനുള്ള അനുമതി ലഭിക്കും. വൈറ്റ് ഹൌസിൽ ടെക്നോളജി എക്സിക്യൂട്ടീവുകളുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് ട്രംപിന്റെ പ്രഖ്യാപനം. വൈദഗ്ധ്യമുള്ള വിദേശ വിദ്യാർത്ഥികളെ രാജ്യത്ത് നിലനിർത്തുന്നതിലെ പരിമിതികളെക്കുറിച്ച് വ്യാവസായിക നേതാക്കൾ കൂടിക്കാഴ്ചയിൽ ആശങ്ക ഉന്നയിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. ഗോൾഡ് കാർഡ് വിസയിൽ നിന്ന് ലഭിക്കുന്ന ഫീസ് സർക്കാരിന് വലിയൊരു മുതൽക്കൂട്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ട്രംപ് ഗോൾഡ് കാർഡിന് അപേക്ഷിക്കുന്നതിനായി trumpcard.government എന്ന വിസ വെബ്സൈറ്റും ആരംഭിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ കെൻഡക്കി സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ടായ വെടിവയ്പിൽ വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. യൂണിവേഴ്സിറ്റിയിലെ റെസിഡൻഷ്യൽ ഹാളിലാണ് വെടിവയ്പ് നടന്നത്. പ്രതിയെന്ന് സംശയിക്കുന്നയാളെ കസ്റ്റഡിയിലെടുത്തതായി പോലീസ് പറഞ്ഞു. കസ്റ്റഡിയിലുള്ളയാൾ സർവകലാശാലയിലെ വിദ്യാർത്ഥിയല്ലെന്നും ഫ്രാങ്ക്ഫർട്ട് അസിസ്റ്റന്റ് ചീഫ് ഓഫ് പോലീസ് സ്കോട്ട് ട്രേസി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിലവിൽ ക്യാമ്പസിൽ സുരക്ഷാ ആശങ്കകളില്ലെന്നും പോലീസ് വ്യക്തമാക്കി. സർവകലാശാലയിലെ ക്ലാസുകൾ, ഫൈനൽ പരീക്ഷകൾ, ക്യാമ്പസ് പ്രവർത്തനങ്ങൾ എന്നിവ താൽക്കാലികമായി നിർത്തിവച്ചതായി അധികൃതർ അറിയിച്ചു. സർവകലാശാലയിലെ 4 മാസത്തിനിടെയുണ്ടായ രണ്ടാമത്തെ വെടിവയ്പ്പാണിത്. ഓഗസ്റ്റ് 17 ഇതേ റെസിഡൻഷ്യൽ ഹാളിന് സമീപം വാഹനത്തിൽ നിന്നുണ്ടായ വെടിവയ്പിൽ 2 പേർക്ക് പരിക്കേറ്റിരുന്നു.
വെനസ്വേലയുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത് അമേരിക്കൻ സൈന്യം. വെനസ്വേലയുടെ തീരത്തുനിന്ന് US സൈന്യം എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതായും ടാങ്കറിന് ഉപരോധം ഏർപ്പെടുത്തിയിരുന്നുവെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നിക്കോളാസ് മഡുറോയുടെ സർക്കാരിനെതിരായ അമേരിക്കയുടെ നീക്കങ്ങളുടെ ഭാഗമാണിതെന്നാണ് നിഗമനം. അതേസമയം വെനസ്വേല അമേരിക്കയുടെ നടപടിയെ അപലപിച്ച് രംഗത്ത് വന്നു. അന്താരാഷ്ട്ര കടൽക്കൊള്ള എന്നാണ് പ്രസിഡന്റ് മഡുറോ സംഭവത്തെ വിശേഷിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുള്ള വെനസ്വേലയുടെ വിഭവങ്ങൾ മോഷ്ടിക്കാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്നാണ് വെനസ്വേലൻ ഭരണകൂടം പറയുന്നത്. വെനസ്വേലയുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്തെന്ന വാർത്ത ആശങ്കകൾക്ക് കാരണമായതോടെ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഉയർന്നു. ഈ നീക്കം ഷിപ്പർമാർക്കും വെനസ്വേലയുടെ എണ്ണ കയറ്റുമതിക്കും ഭീഷണിയാകുമെന്നും കൂടുതൽ തടസ്സങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്നും വിശകലന വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലുമായുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുമെന്ന് ബൊളീവിയയിൽ അധികാരമേറ്റ വലതുപക്ഷ സർക്കാർ പ്രഖ്യാപിച്ചു. ഗാസയിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ഇസ്രായേലുമായി നയതന്ത്രം വിച്ഛേദിച്ച ബൊളീവിയ 2 വർഷത്തിന് ശേഷം വീണ്ടും ബന്ധം പുനരാരംഭിക്കാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള കരാറിൽ ഒപ്പുവയ്ക്കുന്ന വിവരം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയമാണ് അറിയിച്ചത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സറും ബൊളീവിയൻ വിദേശകാര്യമന്ത്രി ഫെർണാണ്ടോ അരമായോയും വാഷിംഗ്ടണിൽ വെച്ച് കരാറിൽ ഒപ്പുവയ്ക്കുമെന്നും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അന്താരാഷ്ട്ര തലത്തിൽ ബൊളീവിയയുടെ അന്തസ്സ് പുനർനിർമ്മിക്കാനും പുതിയ സാമ്പത്തിക അവസരങ്ങൾ വെട്ടിക്കുറയ്ക്കാനും സഖ്യങ്ങൾ ശക്തിപ്പെടുത്താനും പുതിയ പ്രസിഡന്റ് റോഡ്രിഗോ പാസ് മുന്നോട്ട് വയ്ക്കുന്ന വിദേശ നയത്തിന്റെ ഭാഗമാണിതെന്നാണ് വിലയിരുത്തൽ. ബൊളീവിയയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തിൽ പുതിയ അധ്യായം തുറക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ബൊളീവിയൻ വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അമേരിക്ക സുരക്ഷ ഉറപ്പു നൽകിയാൽ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് പ്രസിഡന്റ് വോളോഡിമർ സെലൻസ്കി പറഞ്ഞു. ഇറ്റലിയിലെ റോമിൽ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാനായി സെലൻസ്കി യുദ്ധം ആയുധമാക്കുകയാണെന്ന് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ആരോപിച്ച പശ്ചാത്തലത്തിലാണ് സെലൻസ്കിയുടെ പ്രതികരണം. 2024 മാർച്ചിലാണ് യുക്രൈനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. 2022 ഫെബ്രുവരി 24-ന് റഷ്യ അധിനിവേശം ആരംഭിച്ചതോടെ യുക്രൈനിൽ പട്ടാള നിയമം പ്രഖ്യാപിക്കുകയും തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയുമായിരുന്നു. പട്ടാള നിയമം പ്രാബല്യത്തിലുള്ളപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്താൻ പാടില്ല എന്നതാണ് യുക്രൈൻ നിയമം. പട്ടാള നിയമത്തിന് കീഴിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയുന്ന വിധത്തിൽ നിയമ ഭേദഗതി നടപ്പാക്കാനുള്ള സാധ്യതയെക്കുറിച്ച് പരിശോധിക്കാൻ നിയമനിർമ്മാതാക്കളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് സെലൻസ്കി പറഞ്ഞു. പക്ഷേ ദിവസവും റഷ്യയിൽ നിന്ന് ഡ്രോൺ മിസൈൽ ആക്രമണം നേരിടുന്ന യുക്രൈനെ സംബന്ധിച്ച് വോട്ടെടുപ്പ് നടത്തണമെങ്കിൽ മതിയായ സുരക്ഷാ ഉറപ്പുകൾ കിട്ടണം. യൂറോപ്യൻ രാജ്യങ്ങളുമായി ചേർന്ന് US യുക്രൈന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തായ്ലൻഡും കംബോഡിയയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അയവില്ലാതെ തുടരുന്നു. ഇരു രാജ്യങ്ങളിലും 10,000 താൽക്കാലിക ഷെൽട്ടറുകളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. ദുരിതബാധിത മേഖലകളിൽ നിന്ന് 4 ലക്ഷം പേരെ ഒഴിപ്പിച്ചിട്ടുണ്ടെന്നും 700 സ്കൂളുകൾ അടഞ്ഞുകിടക്കുകയാണെന്നും തായ് സൈനിക വക്താവ് അറിയിച്ചു. കംബോഡിയയിൽ 1,27,000 ഗ്രാമീണരെ ഒഴിപ്പിക്കുകയും 100 കണക്കിന് സ്കൂളുകൾ അടച്ചിടുകയും ചെയ്തു. തായ്ലൻഡിൽ നടക്കുന്ന 33ാമത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിംസിൽ നിന്ന് കംബോഡിയ മുഴുവൻ ടീമംഗങ്ങളെയും പിൻവലിച്ചു. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.